കാറ് വരിക, അതുകൊണ്ട് കണ്ടില്ലയോ ഇങ്ങനെ ഇവരുടെ വീട്ടിലേ ഉള്ളൂ ഇങ്ങനെ കാറ് വരുന്നത്. ഇത്രയും കാറ് വരുമോ ഭഗവാനെ? ഇങ്ങനെ കാറ് വന്ന് കിടക്കുക പോവുക, ഇങ്ങനെ അങ്ങ് കാറ് വരിയില്ല ജോലി. പോന്ന് കിഴക്കോട്ട് പോവുക, കാറ് വന്ന് കിടന്ന് കിഴക്കോട്ട് പോന്നിങ്ങനെ. ചുമ്മാ അതവിടെ കിടന്ന് കുറച്ച് നേരം അങ്ങ് പോവുക ഹോൺ അടിച്ചേച്ച്. തിരിച്ച് വരുമെന്ന് തോന്നുന്നു, തിരിക്കുന്നു. അല്ല, ഇവിടെ നമ്മുടെ വീടിൻ്റെ മുന്നിൽ കൊണ്ടിട്ടായിരുന്നു തിരിക്കുന്നത്. ഇപ്പം അവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇട്ടേച്ച് തിരിച്ചുകൊണ്ട് പോവുക. ഇങ്ങനെ 100,000 എണ്ണം ഇങ്ങനെ വരുന്നത് തിരിക്കാൻ. ഇനി ഇവിടെ വരുമ്പോൾ തിരിക്കണം അമ്മമാർക്ക്. ഇവിടെ വന്നിങ്ങനെ കിടക്കുക. ഇവരാ കയറിപ്പോന്നില്ല, നമ്മളാരും അല്ല കേട്ടോ. $6655 KL31. അപ്പം 7:26 7:27 7:27 കാറ് പോയി. അവൻ്റെ കാറാ, രാജേഷ് ഗംഗ. പെണ്ണുങ്ങളുടെ നിങ്ങൾക്ക് പോയി അന്വേഷിക്കാം. MSM കോളേജുണ്ട് കായംകുളം. MSM കോളേജിൽ ഒരു രാജേഷ് ഗംഗ എന്നാണ് അവൻ്റെ പേര്. അവനിങ്ങനെ വരിക. അവൻ്റെ ജോലി 1991-നും 92-നും അതിന് 91-ന് മുന്നെയാണ്, 90 ഒക്കെ ആയിരിക്കും അന്ന്. അപ്പോൾ ഇവൻ്റെ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ MSM കോളേജ് സയൻസ് ഗ്രൂപ്പായിരുന്നു. അപ്പോൾ ഇവനിങ്ങനെ ഒരു മുസ്ലിം ലേഡിയുടെ ഒരു കോളേജ് സ്റ്റുഡൻറ്റ് പാവം, ഒരു ഇവരുടെ കൂടെയുള്ള സ്റ്റുഡൻ്റ് എങ്ങാണ്ട് ആ കൊച്ച്. അതിൻ്റെ പടം ഇവൻ വരച്ച് വെച്ച് ബോർഡിൽ നഗ്ന ചിത്രം വരച്ച് വെച്ചിട്ട് പേരൊക്കെ എഴുതി വെച്ച്, എന്നിട്ട് പിന്നെ എന്തൊക്കെയോ അടയാളങ്ങളൊക്കെ ഇവൻ ചെയ്ത്. അങ്ങനെ പെങ്കൊച്ച് പ്രശ്നം ഉണ്ടാക്കി. അവരുടെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്ന് ഇവനെ റെഡിയാക്കാനിരിക്കുമായിരുന്നു, വെട്ടി തുണ്ടവാക്കാൻ. നിങ്ങൾക്കിത് അന്വേഷിക്കാൻ പോയി. രാജേഷ് ഗംഗ എൻ്റെ പേരാണ്. ഇങ്ങനെ നടന്നു. പിന്നെ ഇവൻ ഇവിടെ ഒന്നും ഇല്ലായിരുന്നു. ഇവനെ കായംകുളം ദേശത്ത് കണ്ട മേത്തന്മാർ ശരിയാക്കുമായിരുന്നു. മേത്തന്മാരെന്ന് പറയേണ്ട കാര്യമില്ല, മുസ്ലിങ്ങൾ. നമ്മൾ ചുമ്മാ ഇവിടുത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്നതേ ഉള്ളൂ. മുസ്ലിങ്ങൾ നല്ല ഒന്നാന്തരം മുസ്ലിങ്ങൾ ശരിയാക്കിയേനെ ഇവനെ. നമുക്ക് മുസ്ലിങ്ങളെന്നൊന്നും ഒരു വിരോധമുള്ള ആളല്ല. മുസ്ലിങ്ങളോടും ക്രിസ്ത്യാനികളോടും ഒന്നും ഒരു വിരോധമുള്ള ആളല്ല. എല്ലാവരും സമന്മാരാണ്. കമ്മ്യൂണലും ഒന്നുമല്ല. പക്ഷെ നമ്മളിങ്ങനെ പറയില്ല നാട്ടിലെ വർത്തമാനങ്ങൾ, അതുകൊണ്ട് പറഞ്ഞതാണ്. അവർ ശരിയാക്കിയേനെ. മേത്തന്മാരുടെ സ്വഭാവം അറിയാമല്ലോ, തുണ്ടാക്കുന്ന സ്വഭാവമേ. അവരുടെ പെങ്ങന്മാരെയൊക്കെ തൊട്ട് കളിച്ചാൽ നല്ലതാണ് അത്. അങ്ങനെ വേണം ആങ്ങളമാർ. ഞാൻ പറയും, നമുക്കൊരു ആങ്ങളയില്ലാതെ പോയി. നല്ല ആങ്ങള, അല്ലാതെ ഇങ്ങനെ ഉള്ള ആങ്ങളമാരൊന്നുമല്ല. അപ്പം തുണ്ടവാക്കാനായിട്ട് അവന്മാർ റെഡിയാക്കി ഇവനെ. എന്നിട്ട് ഇവൻ പൊങ്ങിയത് വെള്ളത്തൂവൽ പൊങ്ങിയേച്ച് പിന്നെ ഇവൻ ഇവിടെ വരുന്നത് ഓലകെട്ടി ദേശത്ത് ഇവൻ അധികം നടന്നിട്ടില്ല. ഇവൻ വരുന്നത് ഇവൻ്റെ കല്യാണമൊക്കെ അടുപ്പിച്ചാണ് വന്നത്. ഇപ്പം പെണ്ണുമ്പിള്ളയും പോയി. നിങ്ങൾക്കിതെല്ലാം തിരക്കാൻ വന്നേച്ച്. ഞാൻ പറയുന്നതിനകത്ത് എന്തെങ്കിലും കള്ളം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്ന് തിരക്കാം. നിങ്ങൾക്ക് വന്ന് തിരക്കി നല്ല ഒന്നാന്തരമായിട്ട് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് എടുക്കാം. ഞാൻ പറയുന്നതിനകത്ത് എന്തെങ്കിലും കള്ളമുണ്ടോ എന്ന്. ഇവൻ്റെ ഭാര്യ ശ്രീജ എന്ന് പറയുന്നവളായിരുന്നു, എൻ്റെ അമ്മയുടെ റിലേറ്റീവ്, അടൂറുകാരി. അവൾ ഇതുപോലെ വന്ന് അവൾ നല്ല ഇതിലാണോ പോയത് എന്തുവാണെന്നും അറിയത്തില്ല. എന്തായാലും അവളൊരു ഫ്രീ ആയിട്ടുള്ള ഒരാളായിരുന്നിരിക്കാം. നമുക്ക് തോന്നുന്നില്ല അവർ സ്വഭാവം മോശക്കാരിയാണെന്നൊന്നും നമുക്ക് തോന്നിയിട്ടില്ല, നമുക്കറിയത്തുമില്ല. നമ്മളാരെക്കുറിച്ചും പറയുന്നത് ശരിയല്ല. അപ്പോൾ അവർ ഇച്ചിരി ഫ്രീ ആയിട്ട് എല്ലാവരുടെയും കൂടെ ഇന്ന് ബൈക്കിൽ കയറി, ആരെങ്കിലും കണ്ട ഉടനെ അവരുടെ ബൈക്കിൽ കയറി ജോലിക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ അവരങ്ങ് പോകും. അവരെക്കുറിച്ച് എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല, നമ്മൾ കണ്ടിട്ടില്ലൊന്നും. പിന്നെ ഇങ്ങനെ കയറി പോകുന്നത് കണ്ടിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ ഈ സോമരാജൻ എന്ന് പറയുന്നവൻ അങ്ങ് കൊണ്ടു നടക്കുകയായിരുന്നു, സദാനന്ദ മന്ദിരത്തിൽ സോമരാജൻ.
അപ്പോൾ ഈ സോമരാജൻ അവിടെ കയറുമ്പോൾ എല്ലാവരും പറയാമായിരുന്നു എന്തുവാ അമ്മായിയമ്മയും മരുമോളെയും കൂടെ ഒന്നിച്ച രണ്ടുപേർക്കും കൂടെ ഒരാളാണെന്ന് പറയുമായിരുന്നു എന്നൊക്കെ പറയുമായിരുന്നു. ലീല എന്നാണ് ഇവൻ്റെ അമ്മയുടെ പേര്. വേറൊന്നും നമുക്കറിയത്തില്ല, ഇത് സത്യസന്ധമായ കാര്യം. അപ്പോൾ ഇപ്പം നമ്മളെക്കുറിച്ച് ഇവന്മാരിങ്ങനെ കുറേ കഥകളൊക്കെ ഇതുണ്ട്, അതങ്ങ് നമ്മളെക്കുറിച്ച് പറയുക. നമ്മളാരുടെയും കഥകളൊന്നും ഉണ്ടാക്കാൻ ഇന്നുവരെ ഇരുന്നിട്ടില്ല. പക്ഷേ ഇവന്മാർ പറയുന്ന കഥകളൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ എനിക്കും പറയാൻ കഥകൾ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്, നാട്ടുകാർ പറയുന്ന കഥകൾ. അപ്പോൾ എനിക്കും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞാനും അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇവന്മാർ പറയുന്ന ചീത്തകളും അതും ഇതുമെല്ലാം. ഞാൻ ചീത്തയൊന്നും പറയുന്നില്ല, ഞാൻ സഭ്യമായ ഭാഷയിലാണ് കാര്യങ്ങൾ പറയുന്നത്. നഗ്നചിത്രം വരച്ചിവൻ വെച്ച് അതിനകത്ത് കള്ളം വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് MSM കോളേജിൽ ആ സമയത്ത് പഠിച്ചവരുടെ അടുക്ക പോയി തിരക്കി അത് കൺഫേം ചെയ്യാം. മനസ്സിലായില്ലേ? ഇവൻ പ്രീ ഡിഗ്രി വരെ പഠിച്ചിട്ടുള്ളു. അമ്മേ കറണ്ട് പോയോ? അമ്മേ കറണ്ട് പോയല്ലോ. കറണ്ട് പോയോ? അമ്മേ കറണ്ട് പോയോ? അമ്മേ കറണ്ട് പോയോന്ന്? കറണ്ട് പോയെന്ന് തോന്നി. ഇവിടുത്തെ എന്തായാലും ലൈറ്റ് കേട്ട് അന്നേരം നഗ്നചിത്രം മനസ്സിലായില്ലയോ? അപ്പോൾ ഇങ്ങനെ കഥകൾ, അങ്ങനെയൊക്കെ പല പല കഥകളാണ് ഇവനെക്കുറിച്ചുള്ള കഥകൾ. ഒത്തിരി കഥകളുണ്ട്. ഇപ്പോഴാ SNDP പോകാറൊക്കെ ആവുന്നതെന്ന് തോന്നുന്നു. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഥ ഇപ്പം ഇങ്ങനത്തെ കഥ. കറണ്ട് പോയോ? വന്നു കറണ്ട് വന്നു. കറണ്ട് ഇപ്പോഴാണ് വന്നത് ഇവിടെ. ഈ ലൈറ്റ് ഞാൻ ഇട്ടേക്കുമായിരുന്നു, ഇപ്പം പോയിട്ട് വന്ന്. ഈ ലൈറ്റ് ഞാനിവിടെ ഇട്ടുണ്ടായിരുന്നു, ഇപ്പം പോയിട്ട് വന്നെന്ന് പറയുമായിരുന്നു. ലൈറ്റ് പോയേക്കുമായിരുന്നു, ഇപ്പം വന്നെന്ന് പറഞ്ഞതാ അമ്മേ. അങ്ങ് എന്തോ കുളിമുറി വരെ ഉണ്ടായിരുന്നോ? അന്നേ എന്തുവാന്നറിയത്തില്ല. ഇവിടെ എന്തോ ലൂസ് കണക്ഷനാണോ? ലൂസ് കണക്ഷനാണ് ഇവിടെ മാത്രം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ എൻ്റെ അമ്മ ഞാനുമാണ് ഇവിടെ ഉള്ളത്. ഇപ്പം സമയം 7:32 കേട്ടോ. 7:32, വേറെ ഒന്നും ആയില്ല. 7:32 സമയം. പിന്നെ പറയാനുള്ളത് അപ്പം അങ്ങനെ ആ കഥകൾ. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടി മുഴങ്ങുന്നു കേട്ടോ അമ്മേ. ഇടി മുഴങ്ങുന്നു. മഴയും ഇങ്ങനെ തുള്ളിപ്പെട്ടായിരുന്നു. കൊല്ലിയാൻ മിന്നുന്നു, എവിടെയോ കൊല്ലിയാൻ മിന്നുന്നു. മഴത്തുള്ളി വീഴുന്നുണ്ട്. മഴത്തുള്ളി. എന്താ ഇവിടെ നിന്നാലും നമ്മുടെ മുറ്റമല്ലയോ? ആരാണ്ട് ഇവിടെ ചാടി. മഴ പെയ്തില്ല, ഇങ്ങനെ വീഴുന്നതേ ഉള്ളു പതിയെ. പതിയെ വീഴാൻ തുടങ്ങി. ദൈവമേ, ഒരു നല്ല മഴ അങ്ങോട്ട് പെയ്യട്ടെ. ചെടിക്കൊക്കെ ഒരു നല്ല ഇത് വരും. ചെടിക്കൊക്കെ നല്ലൊരു ഇത് വരുമെന്ന്, നല്ലൊരു മഴ പെയ്താലേ. അപ്പം ഇങ്ങനെയൊക്കെയാണ് കഥകൾ. ഞാൻ പിന്നെ ബാക്കി പറയാം. ഓക്കെ, ഞാൻ എൻ്റെ വീട്ടിലാണ്. എൻ്റെ അമ്മ ഇവിടെ ഇരിപ്പുണ്ട്. 2 ആഴ്ച കൂടുതലായി മഴ പെയ്തിട്ട്. മഴ പെയ്തിട്ട് 2 ആഴ്ച കൂടുതലായി. മഴ മുഴങ്ങുന്നു നല്ല ശരിക്ക്. ഇപ്പം പണ്ടത്തെ പോലല്ല, എപ്പോഴും മഴയാ കേരളത്തിൽ. അല്ലേ അമ്മേ? 2 ആഴ്ചയല്ലേ ആയുള്ളൂ. പണ്ട് ഇങ്ങനെ കുറേ നാൾ പെയ്യാതിരിക്കുമായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നും അല്ല. 2 ആഴ്ചക്ക് മുമ്പ് ഒരു മഴ പെയ്തു, ഇപ്പം എന്തേ പിന്നെ മഴ പെയ്യാൻ തുടങ്ങുന്നു.